GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. ഹജ്ജിനിടെ ഇത്തവണ സൗദിയിൽ 1301 പേരാണ് മരിച്ചതെന്ന് സൗദി ഹജ്ജ് മന്ത്രി ഫഹദ് അൽ ജലാജിൽ അറിയിച്ചു. മരിച്ചവരിൽ 83% പേരും കൃത്യമായ രേഖകളില്ലാതെയും നിയമവിധേയമല്ലാതെയും ഹജ്ജിനെത്തിയവരായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രേഖകളില്ലാത്തതിനാൽ തന്നെ തീർത്ഥാടകർക്കായി ഒരുക്കിയ ടെന്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിലേക്ക് കടക്കാതെ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചതാണ് ഇവരെ അപകടത്തിലാക്കിയത്. അറഫ ദിനത്തിൽ ഉൾപ്പെടെയുണ്ടായ കടുത്ത ചൂടും വെയിലും നേരിട്ടേറ്റതും കടുത്ത ചൂടിൽ ദീർഘദൂരം നടന്നതുമാണ് മിക്കവരുടെയും മരണത്തിനിടയാക്കിയത്. ഇങ്ങനെ ഹജ്ജിനെത്തുന്നവർ നിയമ നടപടികളിൽ പെടാതിരിക്കാൻ ഔദ്യോഗിക സൗകര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് പതിവ്. പ്രായമേറിയവരും ഗുരുതര രോഗമുള്ളവരുമാണ് മരിച്ചവരുടെ കണക്കിൽ ഏറ്റവും കൂടുതലുള്ളത്. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതുൾപ്പെടെ നടപടികൾ പൂർത്തീകരിച്ചതായി അധികൃതർ അറിയിച്ചു. 68 ഇന്ത്യക്കാർ മരിച്ചതായി നേരത്തെ ഇന്ത്യൻ അധികൃതർ അറിയിച്ചിരുന്നു. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. സുഡാനിലും ദക്ഷിണ സുഡാനിലും പ്രതിസന്ധി നേരിടുന്നവർക്ക് ഭക്ഷ്യസഹായം എത്തിക്കുന്നതിന് UAEയും UN വേൾഡ് ഫുഡ് പ്രോഗ്രാമും കരാറിൽ ഒപ്പുവെച്ചു. അഭയാർത്ഥികൾ, ഇവരെ സ്വീകരിച്ച ജനങ്ങൾ, കുടിയിറക്കപ്പെട്ടവർ, യുദ്ധം ബാധിച്ച മറ്റുള്ളവർ എന്നിങ്ങനെയുള്ളവർക്കാണ് സഹായം എത്തിക്കുക. $2.5 കോടി UAE പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യുന്നത്. UAE വിദേശകാര്യ മന്ത്രാലയവും വേൾഡ് ഫുഡ് പ്രോഗ്രാമും തമ്മിലെ കരാറിൽ UAEയുടെ ഭാഗത്തു നിന്ന് അന്താരാഷ്ട്ര വികസനകാര്യ വകുപ്പ് അസിസ്റ്റന്റ് മന്ത്രി സുൽത്താൻ അൽ ഷംസിയും വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഭാഗത്തു നിന്ന് മാത്യു നിംസുമാണ് ഒപ്പുവെച്ചത്. ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഭാഗമായി സുഡാനിൽ 1.77 കോടിയും ദക്ഷിണ സുഡാനിൽ 71 ലക്ഷവും പേരാണ് കടുത്ത ഭക്ഷ്യപ്രതിസന്ധി നേരിടുന്നത്. ഈ പ്രതിസന്ധി ലഘൂകരിക്കാൻ സുഡാന് $2 കോടി ദക്ഷിണ സുഡാന് $50 ലക്ഷം UAE വാഗ്ദാനം ചെയ്തത്. എമിറേറ്റിലെ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് റോഡ് ഗതാഗത അതോറിറ്റി രൂപപ്പെടുത്തിയ സ്മാർട്ട് ട്രാഫിക് സംവിധാനം കൂടുതൽ റോഡുകളിലേക്ക് വ്യാപിപ്പിക്കും. 2026 ദുബായിലെ പ്രധാന റോഡുകളെല്ലാം 100% സംവിധാനത്തിന് കീഴിലേക്ക് കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്റലിജൻസ് ട്രാഫിക് സിസ്റ്റംസ് വിപുലീകരണ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ രൂപകൽപ്പനയും പഠനവും ആരംഭിച്ചതായി കഴിഞ്ഞ ദിവസമാണ് RTA വെളിപ്പെടുത്തിയത്. 1ാം ഘട്ടത്തിൽ എമിറേറ്റിലെ പ്രധാനപ്പെട്ട റോഡുകളിലെ 60% ഭാഗങ്ങളിലും പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇതുവഴി നിലവിൽ 480 കിലോമീറ്റർ റോഡ് ശൃംഖല സംവിധാനത്തിന് കീഴിൽ വന്നിട്ടുണ്ട്. 2ാം ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ 710 കിലോമീറ്റർ പരിധിയിൽ പദ്ധതി നടപ്പിലാകും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 116 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി.